ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മെറി വിത്ത് മീ. ഇനി ഞാൻ ശിവരാത്രിക്ക് സൂവിൽ പോയായിരുന്നു കേട്ടോ. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനും കോളേജിലെ ചേച്ചിയും കൂടെ സൂ കാണാൻ പോയി. എന്നിപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ സൂ കാണാൻ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ജിയോഗ്രഫിക്കൽ ചാനലൊക്കെ ഹണ്ടിങ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഹണ്ടിങ് വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഞാനും എൻ്റെ അച്ഛനും കുത്തിയിരുന്ന് കാണും കേട്ടോ. ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റിങ് ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു, എന്താ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. പിന്നെ ഗൈസ്, ഈ ഒച്ച കേൾക്കുന്നത് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അപ്പോൾ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ അതിൻ്റെ ആട്ടോ ഈ ഒച്ചയും ബഹളമൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കയറി ചെന്നൊന്നെ കാണുന്നത് കുറച്ച് കുരങ്ങന്മാരുടെ സെക്ഷൻ, മങ്കീസിൻ്റെ സെക്ഷനാട്ടോ. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സിംഹം, കടുവ, പിന്നെ കടുവയുടെ എന്ത് വെറൈറ്റി ഗേൾ സിംഹം, അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടല്ലോ ഗൈസ്. അവരൊക്കെ ഉറക്കമായിരുന്നു ഗൈസ്, ഉറക്കം. അവർ ഈ സെല്ലിനകത്ത് കിടന്ന് ഡിപ്രഷനായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാട്ടിലൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നമ്മളെപ്പോലെ തന്നെ വൈബ് അടിച്ച് നടന്ന മൃഗങ്ങളെ പിടിച്ചൊരു സെല്ലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്നെ അവസ്ഥയായിരിക്കും. അതുങ്ങൾ ചുമ്മാ തിന്നു ഉറങ്ങും നമ്മളെപ്പോലെ പറയണങ്ങൾ എന്ന് കാണും. ഇതൊക്കെ തന്നെ അല്ലേ, അതുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുങ്ങൾ ചുമ്മാ, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഭയങ്കര ഡിപ്രഷൻ അടിച്ച് അങ്ങ് ചുമ്മാ കിടക്കും. ഒരു മൃഗങ്ങളൊന്നും ചെറിയൊരു ഒച്ച പോലും വെക്കുന്നില്ല ഗൈസ്, അത്ര ഇതായിട്ട് കിടക്കുന്നു. എനിക്കങ്ങനെ കേട്ടോ ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇച്ചിരി ആക്റ്റീവായിട്ടുള്ള മൃഗങ്ങളെ അങ്ങനെ ചെയ്യുന്നിങ്ങനെ അതൊക്കെ കാണാൻ നല്ല രസമല്ലേ ഗൈസ്. അത്ര എക്സ്പെക്റ്റ് ചെയ്തത്രയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഓക്കെ ആയിരുന്നു ഗൈസ്. ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ മാത്രമാണ് ഗൈസ് ആ ഒരു ശബ്ദം കേൾക്കാൻ സാധിച്ചത്. മൃഗങ്ങൾ ഗർജിക്കുന്നേ അല്ലേ, അങ്ങനത്തെ അല്ലേ? അതെ ഗൈസ്. ബാക്കിയെല്ലാം ചത്തുറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ ഗൈസ്, നമ്മൾ കുറച്ച് പാമ്പിൻ്റെ സെക്ഷനിലോട്ട് കയറും കേട്ടോ. അപ്പോൾ അനക്കോണ്ട, രാജവെമ്പാല, അങ്ങനത്തെ കുറേ അണലി, അങ്ങനത്തെ കുറേ പാമ്പിനെയൊക്കെ കണ്ട്. അനക്കോണ്ടനെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വലിയ പാമ്പ്, നമ്മൾ ടി വിക്കകത്തൊക്കെ കാണുന്ന പോലെ തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.